പുറപ്പാട് പുസ്തകം എടുക്കണേ, ഇതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 7ഉം 8ഉം വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ ദൈവത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ചില പ്രത്യേകതകൾ നമുക്ക് പിടികിട്ടും. പുറപ്പാട് 3, 7, 8 വാക്യങ്ങൾ. അവിടെ മോശയോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ വായിച്ചു നോക്കണം. ഈജിപ്തിൽ എൻ്റെ ജനം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു, അവരിൽ നിന്ന് ഉയർന്നു വന്ന നിലവിളി ഞാൻ കേട്ടു, അവരുടെ രോദനം, അവരുടെ സങ്കടം, അവരുടെ കണ്ണുനീര് ഞാൻ അറിയുന്നു. 2-3 പ്രാവശ്യം ആ വചനം ഒന്ന് വായിച്ചു നോക്കണം. 7-8 വാക്യങ്ങൾ. അവരുടെ വേദന ഞാൻ കണ്ടു, അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ വേദനകളും രോദനവും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിസ് ഷുഡ് ബി എ വേക്കപ്പ് കോൾ. നീ വിശ്വസിക്കുന്ന ദൈവം ഒരു സങ്കല്പമല്ല, അങ്ങെവിടെയോ ദൂരെ മറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ പവർ അല്ല. നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരാനും നിന്നെ കാണാനും നിന്നെ കേൾക്കാനും നിന്നെ അറിയാനും പറ്റുന്ന ജീവനുള്ള ഒരു ദൈവത്തെയാണ് നീ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന്റെ പേര് ഈശോ എന്നാണ്. എവിടെയോ ഒതുങ്ങിക്കൂടുന്ന ഒരു കഥകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ബിഗ് സങ്കല്പമല്ല, എവിടെയോ ചരിത്രത്തിൽ മറഞ്ഞുപോയ ഏതോ ഒരു വ്യക്തിയല്ല. നീ വിശ്വസിക്കുന്ന ദൈവം ഇപ്പോഴും ജീവിക്കുന്ന, ജീവനുള്ള, സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രത്യേകത പറഞ്ഞേ, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ അറിയുന്നു. വളരെ പ്രത്യേകമായിട്ട് എൻ്റെ സങ്കടങ്ങൾ അവൻ കാണുന്നു, എൻ്റെ കണ്ണുനീര് അവൻ കാണുന്നു, എൻ്റെ രോദനം അവൻ കേൾക്കുന്നു. എന്നെ നന്നായിട്ട് അറിയാവുന്ന എൻ്റെ കർത്താവ്.